പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഈ വചന ശുശ്രൂഷ സമയത്ത് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ലോകരാജ്യത്തിൽ മോചനം പ്രാപിക്കുന്നതിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയുകയാണ്. ലോകരാജ്യം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഭരണത്തിന് കീഴിൽ ആയിരിക്കുന്ന മനുഷ്യരും അല്ലെ കൂട്ടായ്മകൾ, വ്യക്തികൾ, അധികാരികൾ, സംവിധാനങ്ങൾ, ക്രമീകരണങ്ങൾ, കലാകായിക മേഖലകൾ, അങ്ങനെ തുടങ്ങി ഇന്നത്തെ IT മേഖലയടക്കം നമ്മുടെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളടക്കം അനേകം കാര്യങ്ങൾ ഈ ലോകത്തിന്റെ അധിപനായ സാത്താന്റെ നിയന്ത്രണത്തിലാണ്. ഈശോ 3 തവണ ഒരു കാര്യം പറഞ്ഞു, ഈ ലോകത്തിന്റെ അധിപൻ ആരാണെന്ന്. അത് യോഹന്നാൻ 12:31 യോഹന്നാൻ 14:30 യോഹന്നാൻ 16:11 പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 12:30 ഈശോ പറയുകയാണ്, ഈ ലോകത്തിന്റെ ന്യായവിധി ഇപ്പോഴാണ്, ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. യേശുവിന്റെ കാൽവരി ബലിയാഗത്തിന്റെ ഫലമായി ലോകത്തിന്റെ അധികാരിയായ സാത്താൻ പുറന്തള്ളപ്പെടുമെന്നുള്ള ഈശോയുടെ പ്രവചനമായിരുന്നു ഇപ്പൊ നമ്മൾ കേട്ടത്. യോഹന്നാൻ 12:31. ഇനി ഈ ലോകത്തിന്റെ അധിപൻ സാത്താനാണെന്ന് ഈശോ ഇപ്പൊ പറയുമ്പോൾ പിശാച് തന്നെ യേശുവിനോട് നേരിട്ട് പറഞ്ഞ സംഭവമാണ്. ലൂക്ക 4:5-6 ലൂക്ക 4:5-6 പിശാച് നേരിട്ട് ഈ ലോകത്തിന്റെ അധികാരി താനാണ് എന്ന് യേശുവിനോട് പറയുന്നുണ്ട്. പിശാച് അവനെ ഉയർന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. ഒറ്റ കാര്യം അവന് ആവശ്യപ്പെട്ടുള്ളൂ, നിന്റെ കാൽവരി ബലിയാഗം വേണ്ട. എന്റെ കയ്യിൽ നിന്ന് നീ അധികാരം തിരിച്ചു വാങ്ങാൻ വേണ്ടിയാണല്ലോ നീ പങ്കപ്പാട് കഴിക്കാൻ പോകുന്നത്. നീ എന്തിനെങ്ങനെ സഹിക്കുന്നത്? 30 വർഷക്കാലം ജീവിച്ചതുപോലെ അങ്ങ് പോയാ പോരെ? ഇനിയുള്ള 3 വർഷക്കാലത്തെ ജീവിതം, ആ ജീവിതത്തിന്റെ അവസാനം അർപ്പിക്കാൻ പോകുന്ന പരമബലി, പാപനിഹന്താവായ ഈശോവിന്റെ കാൽവരി ബലിയാഗം, അത് തടയാനുള്ള പിശാചിന്റെ തന്ത്രമാണ്. കാരണം ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം നൽകിയ അധികാരം, മനുഷ്യരെ സൃഷ്ടിച്ചതിന് ശേഷം അധികാരം നൽകിയതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വചനങ്ങളിൽ പറഞ്ഞു. ദൈവം പറഞ്ഞു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം, അവൻ എല്ലാറ്റിന്റെ മേലും ആധിപത്യമുണ്ടായിരിക്കട്ടെ. ലെറ്റ് ദം ഹാവ് ഡൊമീനിയൻ ഓവർ എവരിതിങ് വി ക്രിയേറ്റ്. എല്ലാറ്റിന്റെ മേലുള്ള ദൈവത്തിന്റെ കയ്യിലിരുന്ന അധികാരം ദൈവം മനുഷ്യന്റെ കൈ കൊടുക്കുക. സൃഷ്ടിക്ക് ശേഷം മാലാഖമാരെ സൃഷ്ടിച്ച ദൈവം, ഭൂമണ്ഡലത്തെ സൃഷ്ടിച്ച ദൈവം, വിവിധ മനുഷ്യരെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് മാലാഖമാർക്ക് പോലും കൊടുക്കാത്തൊരു അധികാരമാണ് മനുഷ്യന്റെ കൈ കൊടുത്തത്. ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെ മേലുള്ള അധികാരം മനുഷ്യന് കൊടുത്തു, മാലാഖമാരുടെ കൊടുത്തില്ല. സ്വർഗവാസികളെ മാലാഖമാരുടെ മേലുള്ള അധികാരം മനുഷ്യർക്ക് കൊടുത്തില്ല. പക്ഷേ ഈ ലോകത്തിലുള്ള എല്ലാറ്റിനുമുള്ള ആധിപത്യം, അധികാരം, ഡൊമീനിയൻ അത് മനുഷ്യന് കൊടുത്തു. ആദ്യ മാതാപിതാക്കളെ വഴിപിഴപ്പിച്ചുകൊണ്ട് പിശാച് തട്ടിയെടുത്തത് ഈ അധികാരമായിരുന്നു. ഈ അധികാരം അവന്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ലൂക്ക 4:5-6 പിശാച് പറഞ്ഞ, അധികാരം എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, നീ എന്നെ കുമ്പിട്ടാലച്ച് നിനക്ക് തരാമെന്ന് പറഞ്ഞത്. ഈശോ അവനെ വചനം കൊണ്ട് ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് തന്റെ ജീവിതാന്ത്യത്തോട് അടുക്കുന്ന ബലിയുടെ സമയമായപ്പോഴേക്ക് 3 തവണ ഈശോ പരസ്യമായി പറഞ്ഞു, ഈ ലോകത്തിന്റെ അധികാരി പിശാചാണെന്ന് സമ്മതിച്ചു. യോഹന്നാൻ 12:31 വായിച്ചു കഴിഞ്ഞ് അടുത്ത ഇണവചനം വായിക്കണം. യോഹന്നാൻ 14:30 യോഹന്നാൻ 14:30 നമ്മൾ വായിക്കുന്നു, ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവൻ എന്റെ മേൽ അധികാരമില്ല. പിശാചിന് യേശുവിന്റെ മേൽ അധികാരമില്ല. കാരണം യേശു ദൈവപുത്രനാണ്, പാപരഹിതനാണ്. മനുഷ്യൻ ആയിത്തീർന്നെങ്കിലും, മനുഷ്യരൂപത്തിലാണെങ്കിലും അവന്റെ ദൈവത്വം ഉള്ളിൽ മറഞ്ഞിരിപ്പുണ്ട്. ദൈവത്വത്തിനൊരു കുറവ് വന്നിട്ടില്ല. അതുകൊണ്ട് പിശാചിന് യേശുവിന്റെ മേൽ അധികാരമില്ല. കാരണം പാപരഹിതനായ ഈശോ തന്നെ ചോദിക്കും, നിങ്ങളിൽ ആർക്ക് എന്നെ കുറ്റം ആരോപിക്കാൻ സാധിക്കും? മറിയത്തിന്റെ മുമ്പിലും പിശാചിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ പറ്റി. യേശുവിന് സഹനം കൊടുത്തതുപോലെ
യേശുവിനെ കുതികാല് പരിക്കേൽപ്പിച്ചതുപോലെ. അതാണ് നമ്മൾ വായിക്കുന്നത് വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തില്. വെളിപാട് പുസ്തകം 12-ൽ വായിക്കുകയാണ് 1 മുതൽ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവരുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടൊരു കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവവേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്ര സർപ്പം, അതിന് 7 തലയും 10 കൊമ്പും. അതിനെക്കുറിച്ചൊരു വ്യാഖ്യാനം പറയുന്നത് 7 മൂലപാപങ്ങളും 10 കൽപ്പനയ്ക്കെതിരായ 10 പാപങ്ങളുടെയും ഉടമസ്ഥൻ, അതിന്റെ ഉറവിടമായി സാത്താൻ. 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൊട്ട് ഭൂമിയിലേക്ക് എറിഞ്ഞു. അടുത്ത വചനമാണ് ശ്രദ്ധിക്കുന്നത്, 4-ാം വചനം. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തു നിന്നു. യേശുവിനെ, മറിയത്തിലൂടെ വരാൻ പോകുന്ന യേശുവിനെ നശിപ്പിക്കാൻ കാത്തു നിന്ന ആ സർപ്പം, അവനാണ് ഹെറോദോസിൽ കയറി കൂടിയത്. ആ ഹെറോദോസിലൂടെ യേശുവിനെ കൊല്ലാൻ വേണ്ടിയാണ് അവിടെയുള്ള സകല കുഞ്ഞുങ്ങളെയും വധിച്ചത്. സർപ്പത്തിന്റെ കളിയാത് എന്ന് പറഞ്ഞാൽ പിശാചിന്റെ. സർപ്പമല്ല, പിശാച്. സർപ്പം എന്നങ്ങനെ പറയുന്നത് എന്താന്നുള്ളത് നമുക്കറിയാം. ഇത് പിശാച്. അപ്പോൾ പിശാച് യേശുവിനോടുള്ള അവന്റെ ശത്രുത മറിയത്തോടുള്ള ശത്രുതയുമായിരുന്നു. കാരണം അവളിലൂടെയാണ് യേശു വരാൻ പോകുന്നത്. അതുകൊണ്ട് അവന് ലോകത്തിലേക്ക് വന്നാലും മാതാവിന്റെ നേരെ ഒത്തിരി ബുദ്ധിമുട്ടുകളായിട്ടൂടെ അവന് പറ്റിയിട്ടുണ്ടെങ്കിലും ഒരിക്കലും മാതാവിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. ഈശോ പറയുകയാണ്, അവൻ എന്റെ മേൽ അധികാരമില്ല. എന്നിട്ട് യോഹന്നാൻ 16:11 ഈശോ പറയുന്ന ഒരു വചനം കൂടി ധ്യാനിക്കാം നമുക്ക്. ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടു യേശുവിന്റെ കാൽവരി ബലിയാകത്ത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പിശാചിന്റെ ഭരണമേഖലയിലുള്ള ഈ ലോകം ഇന്ന് നമ്മുടെ മുമ്പിൽ എങ്ങനെ കിടക്കുകയാണ്. ഞാന് ചില സമയത്ത് ഭയപ്പെട്ടിട്ടുണ്ട് അത് കാണുമ്പം. ഏത് ഭയമാണെന്ന് ചോദിച്ചാൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഭയമല്ല. നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ യുവതി യുവാക്കൾ, നമ്മുടെ ദമ്പതികൾ, അതുപോലെ തന്നെ സമർപ്പിതരായിട്ടുള്ളവരടക്കം, വൈദികര സിസ്റ്റേഴ്സ് അടക്കം, അല്ലെങ്കിൽ ആത്മീയ നേതൃത്വമുള്ളവരടക്കം, എല്ലാവരുടെ ചുറ്റും അല്ലെങ്കിൽ അവരുടെ വഴികളിൽ, അവരുടെ വീഥികളിൽ, അവരുടെ ശുശ്രൂഷ മേഖലകളിൽ ഇവൻ അഴിച്ചുവിടുന്ന ഇവന്റെ വലിയ സൂത്രങ്ങളും തന്ത്രങ്ങളും അവന്റെ പദ്ധതികളൊക്കെ ചിലതെല്ലാം കാണുമ്പോൾ എല്ലാം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞെട്ടിപ്പോയിട്ടുണ്ട്, ഭയപ്പെട്ടും പോയിട്ടുണ്ട്. ഇത് ഓരോ നിമിഷവും നമ്മളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. ഒരു നിമിഷത്തെ ശ്രദ്ധക്കുറവോ, ഒരു നിമിഷത്തെ അഹങ്കാരത്തോടുകൂടിയുള്ള എനിക്കൊന്നും പറ്റില്ല, ഞാൻ മിടുക്കിയാണെന്ന് പറഞ്ഞുള്ള ഈ പോക്കോ നമ്മളെ കുഴിച്ചടിക്കും. അതേസമയം തന്നെ അവനെ പേടിച്ചുകൊണ്ട് നടക്കാനും പാടില്ല. അവനെ പേടിക്കരുത്. കാരണം എന്താണെന്നറിയോ? 1 യോഹന്നാൻ 4:4 നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആരാ ഉള്ളത്? അത് 2 കൊരിന്തോസ് 13:5 പൗലോസിലേക്ക് അവിടെ പരിശുദ്ധാത്മാ പറഞ്ഞു തന്നു. 2 കൊരിന്തോസ് 13:5 യേശുക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ഇനി ആരാ പുറത്തുള്ളത്? അതാ ആദ്യം വായിച്ച വചനം 1 യോഹന്നാൻ 5:19 ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ്. അപ്പൊ ഈ ലോകത്തിലുള്ള സാത്താൻ അവൻ ശക്തനാണ്. പക്ഷേ സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയുടെ മുമ്പിൽ അവരൊന്നുമല്ല. ദൈവത്തെ പരാജയപ്പെടുത്താൻ സാത്താന് പറ്റില്ല. ദൈവത്തിന് തുല്യനല്ല സാത്താൻ. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാത്ത മനുഷ്യരെ പരാജയപ്പെടുത്താൻ അവന് പറ്റും. ഇതാണ് ആദിമാതാപിതാക്കൾക്ക് പറ്റിയത്, ഇതാണ് യൂദാസിന് പറ്റിയത്, ഇതാണ് ദാവീദിന് പറ്റിയത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തവരിൽ നിന്ന് അവരെ പെട്ടെന്ന് പിശാചൻ പരാജയപ്പെടുത്താൻ പറ്റും. അപ്പൊ നമ്മൾ നിരന്തരം പ്രാർത്ഥനയിലായിരിക്കണം. നമുക്കൊന്ന് കരമുയർത്തി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഈ ലോകത്തിന്റെ അധിപനായ സാത്താന്റെ ഗൂഢതന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ വിവേചനാ ശക്തിയോടുകൂടി അങ്ങയുടെ അഭിഷേകം പ്രാപിച്ച് സാത്താനെ എതിർത്ത് തോൽപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ.
ഹല്ലേലൂയ 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 കർത്താവായ യേശുവേ സാത്താന്റെ പീഡകളാൽ രോഗികളാകുന്ന എല്ലാവരെയും അങ്ങ് സുഖപ്പെടുത്തണമേ. പീഡകൾ അഴിച്ചു മാറ്റി അഭിഷേകം നൽകി സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകരാജ്യം അവിടെ നിൽക്കട്ടെ. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ദൈവപിതാവിന്റെ പിതൃത്വം അംഗീകരിച്ച് സ്രഷ്ടാവായ പിതാവായ ദൈവത്തെ പിതാവും സ്രഷ്ടാവുമായി സ്വീകരിച്ച് ആ പിതാവിൽ വിശ്വസിച്ച് പിതാവിനെ അനുസരിച്ച് പിതാവയച്ച പുത്രനായ യേശുവിൽ വിശ്വസിച്ച് ആ യേശുവിലൂടെയുള്ള രക്ഷാകര ബലിയുടെ കൃപ സ്വീകരിച്ച് യേശുവിന്റെ രക്ഷാകര ബലിയുടെ ഏറ്റവും വലിയ സമ്മാനമായി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കുന്നവരുടെ കൂട്ടായ്മയും അതിലുള്ള വ്യക്തികളും കൂട്ടായ്മയും അതുപോലെ തന്നെ അവിടെയുള്ള സംവിധാനങ്ങളും ശുശ്രൂഷകളും എല്ലാം കൂടെ അടങ്ങിയതാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തിന്റെ ഈ ലോകത്തിലെ ദൃശ്യ പതിപ്പാണ് തിരുസഭ. ഹല്ലേലൂയ. സഭ ഈശോ നമ്മുടെ മുമ്പിൽ ദൈവരാജ്യത്തിന് ദൃശ്യ പതിപ്പായിട്ട് വെച്ചിരിക്കുന്നതാണ് തിരുസഭ. ദൈവരാജ്യത്തിന്റെ ദൃശ്യ പതിപ്പാണത്. അപ്പോൾ സഭയിലൂടെ നമ്മൾ ദൈവരാജ്യത്തിന്റെ സൗഭാഗ്യങ്ങളും സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും സ്വന്തമാക്കണം. അത് കഴിഞ്ഞ് മൂന്നാമതൊരു രാജ്യമുണ്ട്, അതാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിന് ശേഷം, മരണത്തിന് ശേഷം ദൈവം നമുക്ക് നൽകുന്ന സൗഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, ആ ദൈവരാജ്യത്തെക്കുറിച്ച് കുറച്ച് നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. എന്താ ചോദിച്ചാൽ ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച്. കാരണം സ്വർഗം എന്നുള്ളത് ഈ ലോക ജീവിതത്തിന് ശേഷം കിട്ടാൻ പോകുന്നതല്ലേ, അതപ്പം നോക്കാമെന്ന് പറയുന്നവരെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. മരണശേഷം ഉള്ളതല്ലേ, ഇപ്പൊ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം, സ്വർഗമൊക്കെ പിന്നെ വരട്ടെ, അപ്പം നോക്കാം. അപ്പൊ അങ്ങനെ ഒരാൾ എന്നോടൊരിക്കൽ സംസാരിച്ചു. അയാൾ പറഞ്ഞത് ഇതാണ്: അച്ഛാ, രക്തത്തിളപ്പുള്ള പ്രായത്തില് അച്ഛനൊരു പൊട്ടത്തരം പറ്റി. ഞാൻ പെട്ടെന്ന് എത്തിപ്പോ ഇവൻ എന്താ പറയാൻ വരുന്നത്. ഞാൻ എന്തു പറ്റി? അച്ഛൻ പോയി സെമിനാരിൽ ചേർന്നു. അച്ഛനറിയോ എത്ര സുഖമുള്ള ജീവിതമാണ് യൗവനമെന്നറിയാവോ? അച്ഛൻ ആ യൗവനത്തിലൊരു പൊട്ടത്തരം പറ്റി പുറത്തു കിടക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ ഇപ്പൊ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയല്ലേ ഇതിന്റെ അകത്ത്. അപ്പൊ ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്നോട് ആര് പറഞ്ഞു ഞാൻ അങ്ങനെ ജീവിക്കുന്നതെന്ന്? അച്ഛൻ, നിങ്ങളുടെ അഭിനയമൊക്കെ എനിക്കറിയാം. കന്യാസ്ത്രീകളും അച്ഛന്മാരൊക്കെ അവരുടെ ജീവിതത്തിന്റെ നല്ല കാലം മുഴുവനും കന്യാമഠത്തിലും സെമിനാരിയിലും പള്ളിയിലൊക്കെ ആയിട്ട് നശിപ്പിച്ച് കളയുക. അച്ഛൻ, ലോകത്തിൽ എത്ര സുന്ദരമായ ജീവിതം ഉണ്ടെന്ന് അറിയാവോ? അച്ഛൻ അതൊന്നും കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്കിപ്പോ എത്ര വയസ്സായി? ആ പറഞ്ഞു, എനിക്ക് 29 വയസ്സ്, ഒരു 2 വർഷം മുമ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ, എനിക്കിപ്പോ 56 വയസ്സായി. നീ ലോകം കണ്ടതിന്റെ ഇരട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നീ ജീവിക്കുന്ന ഈ ചുറ്റുവട്ടം വിട്ട് കേരളത്തിന് പുറത്ത് നീ ഒരു സ്ഥലത്തേ പോയിട്ടുള്ളൂ. അവിടെ പോയി നീ പരമാവധി സുഖം ആസ്വദിച്ചെന്ന് നീ എന്നോട് പറഞ്ഞത് എനിക്കറിയാം. നിന്റെ വീട്ടുകാർ നിനക്ക് കല്യാണം ആലോചിച്ചപ്പം പറഞ്ഞത്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാര്യയോടൊത്തുള്ള ജീവിതത്തിൽ ഞാൻ കെട്ടിയിടപ്പെടും. ഇപ്പൊ ഞാൻ ഈ വിദേശത്തുനിന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ പാപ്പാ മമ്മി, അവിടെ വന്നു കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടാം, അതുവരെ ഞാനൊന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ, എനിക്ക് ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം ആസ്വദിക്കണം എന്നല്ല നീ പറഞ്ഞത്? ആ ശരി. അപ്പൊ അവര് എല്ലാം വന്ന് അച്ഛനോട് പറഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു, നീ ഒരിക്കലേ വിദേശ രാജ്യത്ത് പോയുള്ളൂ. ഞാൻ നിന്നോട് പറയട്ടെ, 10-25 രാജ്യങ്ങളിൽ ഞാൻ ധ്യാനിപ്പിക്കാൻ പോയി. ഈ കഴിഞ്ഞ 27 വർഷത്തെ, ഇപ്പോഴാണ് 27, അന്ന് ഞാൻ പറഞ്ഞു 25 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിനിടയ്ക്ക് ഞാന് ഇതുപോലെ ലോകത്തിന്റെ ചെളിക്കുണ്ടിൽ പന്നി ചെളിക്കുഴി കിടന്ന് ഉരുളുന്നത് പോലെ ധൂർത്തപുത്രൻ കൂട്ടുകാരുടെ കൂടെ തിമിർത്താടിയതുപോലെ ആഘോഷിച്ച് നടന്ന അവസാനം ധൂർത്തപുത്രൻ പന്നിക്കുഴിന്ന് എഴുന്നേറ്റ് വന്നതുപോലെ വന്ന
10,000-കണക്കിന് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ജഡത്തിന്റെയും ലോകത്തിന്റെ സുഖങ്ങൾ ആസ്വദിച്ച് നടന്നിട്ട് അവസാനം മരണത്തിന്റെ തൊട്ടു മുമ്പ് അനുദപിച്ചാൽ മതി, സ്വർഗം കിട്ടും, നല്ല കള്ളനെ പോലെ കിട്ടുമെന്ന് പറഞ്ഞു നടന്നിരുന്നവർക്ക് പോലും അപ്രതീക്ഷിത മരണമുണ്ടായെന്ന് എനിക്കറിയാം. അപ്പൊ അവൻ ചോദിച്ചു, പേടിപ്പിക്കുകയാണോ? അല്ല. എന്നാൽ നിനക്കറിയാവുന്ന ഒരാളുടെ സാക്ഷ്യം തന്നെ പറഞ്ഞേക്കാം. ഞാൻ ചോദിച്ചു, നിനക്ക് എന്നെ ആളെ അറിയുമോ? ഇന്ന ബിസിനസ് നടത്തുന്ന ഈ കുടുംബത്തിലെ ഇത്രാമത്തെ പുത്രൻ എനിക്കറിയാം. എന്നിട്ട് പറഞ്ഞു, അച്ഛന് അയാളെ എങ്ങനെ പരിചയം? ഞാൻ പറഞ്ഞു, അവന്റെ അമ്മയുടെ സഹോദരി സിസ്റ്റർ ഇവന്റെ പിഴച്ച ജീവിതം കണ്ട് ഒരിക്കൽ നിർബന്ധപൂർവ്വം അവനെ കൂട്ടി എന്റെ അടുത്ത് കൊണ്ടുവന്നു. കോട്ടയിലായിരുന്ന കാലത്ത്, ഒരു 10-20 വർഷം മുമ്പ്. അന്ന് ഇവനോട് പറഞ്ഞു, നീ ഒരു ധ്യാനം കൂട്. അവൻ പറഞ്ഞു, ധ്യാനം കൂടാൻ ഞാനില്ല, എനിക്ക് ലോകത്ത് അടിച്ചുപൊളിച്ച് ജീവിക്കണം. ആ കാലഘട്ടത്തിന് അടിപൊളി എന്ന വാക്ക് ഈ സമൂഹത്തിൽ ഇങ്ങനെ വ്യാപിച്ചത്. എനിക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കണം, ഒരു അടിപൊളി ലൈഫ് വേണം, എനിക്ക് പരമാവധി ഗേൾ ഫ്രണ്ട്സുമായിട്ടുള്ള സന്തോഷമൊക്കെ വേണം, ഞാനിപ്പം ധ്യാനിക്കാനില്ല. അപ്പം നിനക്ക് ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള സ്വർഗത്തെക്കുറിച്ച് ഒരു ചിന്തയുണ്ടോ? എനിക്കറിയാം സ്വർഗമുണ്ടെന്ന്. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, അച്ഛൻ അറിഞ്ഞോട് ഞാൻ പറഞ്ഞുതരാം, ഇവിടെ വെച്ച് സ്വർഗമുണ്ട്, ഇത് കഴിഞ്ഞൊരു സ്വർഗമുണ്ട്. അപ്പൊ ഞാൻ ഇവനെ ശ്രദ്ധിച്ചു കേട്ടു, കണ്ണുവിനെ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇവിടെ വെച്ചുള്ള സ്വർഗം സെക്സിന്റെ സുഖം, മദ്യത്തിന്റെ സുഖം, ഭക്ഷണത്തിന്റെ സുഖം, ഉല്ലാസത്തിന്റെ സുഖം, ഇത് ആസ്വദിച്ച് പോകണം. മരണശേഷമുള്ള സ്വർഗം ഇതൊന്നുമില്ല. അവിടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയാണ് ആ സ്വർഗം. ഞെട്ടിപ്പോയി. അവൻ അത്ര അറിയാം, സ്വർഗത്തിൽ ഹല്ലേലൂയ ഉണ്ടെന്ന് ഇവനറിയാം. വെറും ജഡികനാണെങ്കിലും സ്വർഗത്തിൽ ഹല്ലേലൂയ ഉണ്ടെന്നറിയാം. ഞാൻ പറഞ്ഞു, അതാരാ പറഞ്ഞു തന്നത്? ഈ ആന്റി പറഞ്ഞു തന്നെന്ന് പറഞ്ഞു. സ്വർഗത്തിൽ ഹല്ലേലൂയ ആണെന്ന് കന്യാസ്ത്രീ അമ്മ പറഞ്ഞു കൊടുത്തത് അവന്റെ തലയിൽ കയറി. പക്ഷേ ഈ ലോകത്തെക്കുറിച്ച് അവൻ മനസ്സിലാക്കിയത്, ഈ ലോകത്തിലെ സ്വർഗം സെക്സ്, സ്ത്രീ, ഡ്രഗ്സ്, മദ്യം, ഭക്ഷണം, ഉല്ലാസം, ഇതിലാണ് കാണേണ്ടത്. ഞാൻ പറഞ്ഞു, മോനെ, സ്വർഗത്തിൽ ഈ ലോക ജീവിതത്തിന്റെ അവസാനം സ്വർഗം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ആ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരൊറ്റ സോറി പറയും, എന്നിട്ട് നല്ല കള്ളനെ പോലെ ഞാൻ സ്വർഗത്തിലേക്ക് കയറും. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരന്റെ ദാരുണ അന്ത്യം നടന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര റൂട്ടിലാണ്. ഇവന്റെ കൂട്ടുകാരന് വലിയ വില കൂടി ഒരു വിദേശ ബൈക്കുണ്ട്. അത് ഇവനുമായിട്ട് ഒരുമിച്ച് കൂട്ടുകിടക്കുന്ന ആളായതുകൊണ്ട് ഇവനൊരു ദിവസം ആ ഹൈവേയിലൂടെ നിയന്ത്രണമില്ലാതെ സ്പീഡിൽ പോകാനായിട്ട്, അത് ഗുജറാത്ത് ബോംബെ റൂട്ട് പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത ശേഷം നല്ല സ്പീഡിൽ പോകാനായിട്ട് അടുത്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അല്പം മദ്യലഹരി ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നത്. ഇവൻ ആ റൂട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത വഴിക്ക് ഈ വില കൂടിയ ബൈക്കുമായി ഒരു ലോറിയുടെ അടിയിലേക്ക് പോയി കയറിയിട്ട് ആ ലോറി ഇവന്റെ ബൈക്കിന്റെ ഇവന്റെ ശരീരത്തോടെ കടന്നുപോയി. അതിന്റെ പുറകെ വന്ന 3 വാഹനങ്ങളാണ് ആ ബോഡിയുടെയും വണ്ടിയുടെയും പുറത്ത് കിടക്കാൻ പോയത്. ഇവന്റെ ശരീരവും ബൈക്കിന്റെ യന്ത്രത്തിന്റെ ഭാഗങ്ങളും തമ്മിൽ കൂടിക്കലർന്ന് ഒരു റോഡിൽ കുറെ സ്ഥലത്ത് നിരന്ന് കിടപ്പുണ്ടായിരുന്നു. അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും കിട്ടിയില്ല. റോഡിലൊക്കെ ചതഞ്ഞ് അറിഞ്ഞു പോയി. അനേകം ടയറുള്ള ലോറികൾ ഇങ്ങനെ നിരനിരയായിട്ട് പോകുന്ന റോഡാണ്, നല്ല സ്പീഡിൽ പോകുന്ന ട്രക്കുകൾ. അതിലിവൻ പെട്ടുപോയത്. അപ്പോൾ ഞാൻ ഇവനോട് ഈ കഥ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പലർക്കും മനസ്സിലാവില്ല. ഈ ലോകത്തിന് ശേഷമുള്ള സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വർഗമെന്നുള്ള സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിശ്വാസപൂർവമായ ബോധ്യമുള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ അത് മനസ്സിൽ കണ്ടുകൊണ്ടുള്ളൊരു ജീവിതം നയിച്ചാലേ ദൈവരാജ്യത്ത് നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ ലോകത്തിൽ നിന്ന് പല വിളികളും വരുമ്പോൾ, സ്വാധീനങ്ങളും വരുമ്പോൾ, ലോകം കൺട്രോൾ ചെയ്യാൻ വരുമ്പോഴേക്ക് സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പോയില്ലെങ്കിൽ നമുക്ക് ലോകത്തോട് നോ പറയാൻ പറ്റില്ല. ലോകരാജ്യത്തിന്റെ അധിപനായ പിശാചിനോട് നോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ 3 രാജ്യങ്ങളെക്കുറിച്ചൊന്ന് പറയട്ടെ. ലോകരാജ്യം, ദൈവരാജ്യം, സ്വർഗരാജ്യം. നമ്മുടെ ആത്മീയ ജീവിതം എന്താന്ന് പറയാം. അത് ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ലോകരാജ്യത്തോട് വിടവാങ്ങി ദൈവരാജ്യത്തിലെത്തുക, ദൈവരാജ്യത്തിലെത്തി അവിടെ നിലനിന്ന് വളരുക, എന്നിട്ട് സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്ര തുടരുക. ഇതാണ് ആത്മീയ ജീവിതം. ഇനി എന്താണ് ശുശ്രൂഷ ജീവിതം, ആത്മീയ ശുശ്രൂഷ ജീവിതം?
ലോകരാജ്യത്തിൽ കിടക്കുന്നവരെ രക്ഷിച്ച് ദൈവരാജ്യത്തിലെത്തിക്കുക. ദൈവരാജ്യത്തിലെത്തിയവരെ അവിടെ നിലനിർത്തി വളർത്തുക. അവരെ സ്വർഗരാജ്യത്തിൽ കൂട്ടിക്കൊണ്ടുപോവുക. ദൈവരാജ്യത്തിൽ നിലനിന്ന് വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും, സ്വർഗരാജ്യത്തിലുള്ള യാത്ര ചെയ്യുന്ന എല്ലാവരും, ലോകരാജ്യത്തിൽ കിടക്കുന്നവരെ രക്ഷിച്ച് ദൈവരാജ്യത്തിലെത്തിച്ച് അവരെ അവിടെ നിലനിർത്തി വളർത്തി സ്വർഗരാജ്യത്തിൽ കൂട്ടിക്കൊണ്ടുപോകണം. നിങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ അല്ല നിങ്ങളുടെ പ്രദേശങ്ങളിൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ നിങ്ങൾ ചെയ്താലേ നിങ്ങളുടെ ഉള്ളിൽ ലോകരാജ്യം കയറാതിരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആരാണോ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നത് അവരുടെ ഉള്ളിലുള്ള ദൈവരാജ്യം അവരെ സ്വർഗത്തിലെത്തിക്കും. ആരാണോ സ്വർഗത്തിലേക്കുള്ള യാത്ര ദൈവരാജ്യത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ കീഴടക്കാൻ ലോകരാജ്യത്തിന്റെ അധിപനായ സാത്താന് സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന വിദൂരങ്ങളിരിക്കുന്നവര്, വീട്ടിലിരിക്കുന്നവര് എല്ലാവരും ഇപ്പോൾ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് പാപങ്ങളെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുവാൻ, ലോകരാജ്യത്തിന്റെ സ്വഭാവം വെടിയുവാൻ, സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കട്ടെ. കർത്താവായ യേശുവേ, കാരുണ്യവാനായ യേശുവേ, ഞങ്ങളെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരാക്കണമേ. ലോകരാജ്യത്തോട് വിട പറയുവാൻ, ലോകരാജ്യത്തെ വെറുത്തുപേക്ഷിക്കുവാൻ, ദൈവരാജ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.